കൃഷ്ണക്കുട്ടി എന്തോ ഒരു മണം അടിക്കുന്ന ഒരു രാധയുടെ മണം. ഒരു രാധമണം രാധയും അതാണോ? അതൊന്നുമില്ല, കല്യാണത്തിന്റെ കല്യാണപ്പാട്ടാ. ഹായ് സുജാതേന്റി. ഹായ് മോളെ. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആന്റീനെ കാണാൻ. സന്തോഷായ? പല സന്തോഷായി. കണ്ടപ്പോ എങ്ങനെയുണ്ട്? ഒരു നല്ല ആന്റിയാണോ അതോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആന്റിയാന്ന് തോന്നുന്നു? നല്ല ആന്റിയാണ്. ആണോ? നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം നിർബന്ധിച്ചെന്നറിയോ? കാരണം കൃഷ്ണൻകുട്ടിക്ക് കാണണം എന്ന് പറഞ്ഞപ്പം അങ്ങനാണ് വന്നത്. അതെ അതെ, കൃഷ്ണൻകുട്ടിയെ കാണാൻ വേണ്ടി മാത്രമാ വന്നത്. കൃഷ്ണയെ കാണാം. ഒരു കാര്യം ഇഞ്ഞു വാ, ചെല് ഇനി അത് മാറ്റി വെക്കണ്ട. ഓടി 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 ഓടിയാ കുഞ്ഞുമണി. സുന്ദരി കുട്ടിയുണ്ട്. പൈസ ടോക്കൺ എടുക്കണായിരുന്നു. പിന്നെ എന്തോന്ന് വിചാരിച്ചു? വെറുതെ പോയി ഒരു ഉമ്മ കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് ഇവിടെ ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുക. 100 രൂപ തരണം എനിക്ക്. പാട്ട് പാടിയിട്ട് തരാം. വെറുതെ പറഞ്ഞു. ഏത് പാട്ടാ മോളെ പാടുന്നത്? കണ്ണാടി കൊടുങ്കുട്ടി. ഇയാള് ഫുൾ ഹൈ പിച്ചിലാ സംസാരിക്കണല്ലേ? അതെ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ഇപ്പൊ നമ്മുടെ വോയിസിന്റെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവര് പറയും നമ്മള് ഇപ്പൊ ലതാജിയൊക്കെ സംസാരിക്കണല്ലേ, എങ്ങനെയുണ്ട് ജാനകിയമ്മ ഇങ്ങനെയാ സംസാരിക്കണേ. നമ്മള് ശ്രുതി അധികം പാടുന്ന ആൾക്കാർ അങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് പറയും. അപ്പൊ വോയിസിന് സ്ട്രെയിൻ വരില്ല എന്ന്. ഞാനൊക്കെ സംസാരിക്കണം എന്താ മോളെ, പിന്നെ പാടുന്നപ്പോ ഇങ്ങീന്ന് പാടും. അതുകൊണ്ടാണ് വേഗം വോയിസ് സ്ട്രെയിൻ വരണേ. നമ്മളിങ്ങനെ തന്നെ സംസാരിച്ച ശബ്ദത്തിന് ഒരു പ്രശ്നവും വരില്ല എന്ന് പറയണേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരാളുണ്ട്. ആരാണ്? ലച്ചുകുട്ടി. മോടെ പേരെന്താ? ലക്ഷ്മി. ഒരു പാട്ട് പാടി കൊടുക്കും. ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന ധും തന നന ധുംന ധുംന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുംന ധുംന ചിലങ്കേ നിന്റെ താളം. വെരി ഗുഡ്. നല്ല ശബ്ദം. പാടുമ്പോ നല്ല റൗണ്ടഡ് ആവുണ്ട്. പക്ഷെ അതെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ പാടുമ്പോ റൗണ്ടഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു ജാനകിയമ്മ ആവുമല്ലേ? അതെ, അതിന് ചാൻസ് ഉണ്ട്. സ്കോപ്പ് ഉണ്ട്. ഗോഡ് ബ്ലെസ്.